അടുത്ത ഇലക്ഷൻ കോൺഗ്രസ് വരികയാണെങ്കിൽ ഇത് പുറത്തു വരും. ഏത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരും. ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൊണ്ടാണ് പിടിച്ചിരുന്നത്. അത്ര ധൈര്യം ഉണ്ടോ കോൺഗ്രസ്? അത് വരും. ഓൾമോസ്റ്റ് എല്ലാവരും പേരിടണം. അത്രയ്ക്ക് അന്തസ്സും തലയെടുപ്പുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഇന്നുണ്ടോ നമുക്ക്? കോൺഗ്രസ് പാർട്ടി പണ്ട് മുതലേ ഐക്യമില്ലാത്ത അഴിമതിയുള്ള ഇതാണ്. പക്ഷെ അവർക്ക് യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് വയലൻസ് ഇല്ല. അതിലാകെ ജെന്യൂൻ ആയിട്ട് വയലൻസ് ഉണ്ടാകുന്ന യൂണിറ്റിൽ നിന്നാണ്. യൂണിറ്റി വന്ന വയലൻസ് വരും. അതാണ് BJP കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റോ. ഇപ്പൊ ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭവിയാണെങ്കിലും ഞാൻ പറയുന്നത് കോൺഗ്രസ് വന്നതിന് കുഴപ്പമുണ്ടാവില്ല. പ്രാക്ടിക്കലി ചിന്തിക്കാണ്. ഇപ്പൊ ആം ആദ്മി പാർട്ടി ആണെങ്കിൽ അവർക്ക് കുറെ ടൈം എടുക്കും. ഇപ്പൊ സെൻട്രലായാലും സ്റ്റേറ്റിലായാലും അവർ വന്ന ഒരു നോർമൽ പാർട്ടിയൊക്കെ ഒതുക്കി കളഞ്ഞല്ലേ, ഡൽഹിയിലൊക്കെ ഒതുക്കി കളഞ്ഞല്ലേ, ആം ആദ്മിയെ അദ്ദേഹത്തെ അഴിമതിയിലൊക്കെ പിടിപ്പിച്ചില്ലേ. ഇവൻ BJP ഇപ്പൊ സെൻട്രലിൽ ഓപ്പറേഷൻ ആന്ധ്രം പോലും എടുത്ത് കളയാൻ നോക്കുക. അവര് എല്ലാം ഇപ്പൊ അയോധ്യ കേസാണെങ്കിലും ആർട്ടിക്കിൾ 370 ആണെങ്കിലും ഇതെല്ലാം അവർ ജുഡീഷ്യറി ബോർഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവർക്കെതിരെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ റിലീജിയൻ പോലെ ആയിരിക്കാൻ കമ്മ്യൂണിസ്റ്റ് അല്ല. പണ്ട് റിലീജിയൻ ഇങ്ങനെ. പക്ഷെ അവര് വന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് മോഡിയുടെ ഏറ്റവും വലിയ ഗുണം പ്രധാനമന്ത്രി എന്ന് നമ്മുടെ രാജ്യം പറയുമ്പോൾ, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ മോദി എന്ന് പറയുന്ന വ്യക്തിയെ പറയുമ്പോൾ ഒന്ന് പേടിക്കും. നേരത്തെ ഇന്ത്യക്കാരോട് ബഹുമാനം ഇല്ലായിരുന്നു. മീഡിയ മോഡിയെ നെഗറ്റീവ് ആയിട്ട് കാണിക്കാം. പക്ഷെ മോഡിക്ക് ഒരു കാര്യമുണ്ട്, പുള്ളിയെ ലൈഫ് മുഴുവൻ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. പുള്ളിക്ക് ഒറ്റയാനല്ലേ, പുള്ളിക്ക് ഫാമിലി ഇല്ല, പുള്ളിക്ക് ആരും പേടിക്കേണ്ട കാര്യം. പുള്ളിയെ കുറിച്ച് വളരെ നെഗറ്റീവ് ആയിട്ടാണ് ഇവിടുത്തെ മീഡിയ പ്രൊജക്ട് ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യയിൽ കഴിവുള്ള മനസ്സിലാണ്. പക്ഷെ ഈ ഇപ്പൊ ഭൂട്ടാൻ എന്ന സ്ഥലത്ത് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് പറയും. ഈ പണം മാത്രമല്ല, ഹാപ്പിനെസ് സംഭവം കൂടെ വരണം അവിടെ. അത് ആ സംഭവം മോഡിക്കില്ല. മോഡിക്ക് ഈ GDP മാത്രമേ ഉള്ളൂ, എക്കണോമിക് ഗ്രോത്ത് മാത്രമേ ഉള്ളൂ.